ഹലോ ഗായ്സ്, നമ്മളെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ പഴനിക്ക് പോകുന്നതിൻ്റെ വ്ലോഗാണ് കേട്ടോ. പഴനിക്ക് പോകാന്നുള്ളത് കുറേ നാളായിട്ട് പ്ലാൻ ചെയ്താണ്. ചേട്ടൻ ഇന്ന് പറഞ്ഞേക്ക് മുന്നേ നമുക്ക് പോവാം എന്നുള്ളത് പ്ലാനിങ്ങിൽ ഉണ്ടായിരുന്നു. പക്ഷെ എല്ലാവരും കൂടി പോകാമെന്നായിരുന്നു. പക്ഷെ അവസാനം വന്നു കഴിഞ്ഞപ്പോൾ നമ്മൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, കുറച്ച് പേരുണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ നമുക്ക് കാറിന് പോവാം. ഇനിയിപ്പോൾ എല്ലാവർക്കും ഓരോരോ സൗകര്യങ്ങളൊക്കെ നോക്കി നിന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇപ്പോൾ കണ്ണൻ ചേട്ടനാണെങ്കിൽ മീശയുള്ള അവർക്ക് തിരിച്ചു പോകണം. അപ്പോൾ പിന്നെ നമ്മൾ പെട്ടെന്ന് പോകുന്നതാണ് ഗൈസ്. ഇവിടെയാണ് നമ്മൾ പഴനിക്ക് വരുമ്പോൾ സാധാരണയായിട്ട് റൂം എടുക്കാറ്. പക്ഷേ ഇപ്രാവശ്യം ഞങ്ങൾക്ക് കിട്ടിയില്ല, ഹെവി തിരക്കായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ 2-3 ഹോട്ടലുകളൊക്കെ കയറി ഇറങ്ങി എന്നിട്ടാണ് നമുക്കൊരു സ്ഥലത്ത് റൂം കിട്ടിയത്. ഞങ്ങൾ ഒരു റൂം തന്നെ എടുത്തത്. അവിടെ നമുക്ക് എല്ലാവർക്കും കൂടി അവിടെ ഓക്കെ ആയിരുന്നു. അതുകൊണ്ട് തന്നെ ഒരു റൂമേ ഞങ്ങൾ എടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ മല കയറാൻ വേണ്ടിയിട്ട് ഇറങ്ങി. പിന്നെ പണ്ടൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് മേലെ പോകുമ്പോൾ ഫോൺ അലൗഡ് ആയിരുന്നു, റെസ്ട്രിക്ഷൻ ഒന്നും ഉണ്ടായില്ല. പക്ഷെ ഇപ്പം അങ്ങനെയല്ല. അപ്പം ഞങ്ങളെല്ലാവരും ഫോൺ പിന്നെ റൂമിൽ കൊണ്ടുവെക്കാൻ പോയി. പിന്നെ രാത്രി മല ഇറങ്ങി വന്ന് ഫുഡ് കഴിക്കുവാനിരിക്കുമായിരുന്നു. ഫുഡൊക്കെ കഴിച്ച് നമ്മളെ ഉച്ചക്കലത്തേക്കും രാത്രിത്തേക്കുള്ള ഫുഡ് നമ്മൾ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. കാരണം വെച്ച് കഴിഞ്ഞാൽ അപ്പം നമുക്ക് പിറ്റേ ദിവസത്തിന് മാത്രം പുറത്തുനിന്ന് വാങ്ങിച്ചാൽ മതിയല്ലോ. അന്നത്തെ കാര്യം അങ്ങനെ കഴിയും. അപ്പോൾ ഉച്ചയ്ക്ക് ചീക്കു ഇപ്പോൾ നല്ല പൊതിച്ചോറ് എടുത്തിട്ടുണ്ടായിരുന്നു. രാത്രി വീട്ടിൽ നിന്ന് ചപ്പാത്തി ഉള്ളിക്കറി എടുത്തത്. പിന്നെ അതെല്ലാവരും കഴിഞ്ഞ് നമ്മൾ കുറേ നേരം സംസാരിച്ചൊക്കെ ഇരുന്ന് കിടന്നുറങ്ങി. രാവിലെ തന്നെ എണീറ്റു കേട്ടോ. അധികം നേരം കിടന്നുറങ്ങാനൊന്നും പോയില്ല. കാരണം നമുക്ക് അവിടുത്തെ മോർണിംഗ് വൈബ് കുറച്ച് ആസ്വദിക്കണം എന്നുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ രാവിലെ തന്നെ എണീച്ച് ഞങ്ങൾ നടക്കാൻ പോയി. ഒരു ചായ കുടിക്കാമെന്നും പറഞ്ഞ് അങ്ങനെ ഇറങ്ങിയതാണ്. പിന്നെ കുറേ അങ്ങനെ നടന്നു. സാധാരണ നമ്മൾ പഴനിക്ക് വരലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ മിസ്സാക്കാറില്ല കേട്ടോ. എല്ലാ വർഷത്തിലും ഒരു പ്രാവശ്യം എന്തായാലും മസ്റ്റായിട്ട് നമ്മൾ പോവാറുണ്ട്. അതെന്താണെന്ന് അറിയില്ല, കുഞ്ഞുനാൾ മുതലേ അതങ്ങനെ ഒരു ശീലമാണ് എല്ലാ വർഷവും പഴനിക്ക് പോകാന്നുള്ളത്. പക്ഷേ നമുക്കത് എന്താ പറയുക, നല്ലൊരു സന്തോഷമാണ് പോകാനായിട്ടും. അതേപോലെ തന്നെ അവിടേക്ക് ഇങ്ങനെ രാവിലെ ഇങ്ങനെ നടക്കുന്നതും അങ്ങനെ എല്ലാവരും നമുക്ക് ഇഷ്ടമുള്ള കാര്യം. പക്ഷെ നമ്മളെല്ലാവരും ആയിട്ടാണ് എപ്പോഴും വരാറ്. ഇപ്പോൾ ഫാമിലി റിലേറ്റീവ്സ് എല്ലാവരും ആയിട്ട് അങ്ങനെ വരില്ല. നമ്മൾ ആദ്യമായിട്ടാണ് ഇപ്പോൾ ഞങ്ങൾ പിള്ളേരുകളായിട്ട് ഇങ്ങനെ പോരുന്നത് ആദ്യമായിട്ടാണ്. അപ്പോൾ അതും അടിപൊളിയായിരുന്നു ഗൈസ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ആരും നമ്മൾ റെസ്ട്രിക്റ്റ് ചെയ്യാനൊന്നുമില്ല. അമ്മമാരും അച്ഛന്മാരൊക്കെ അങ്ങോട്ട് പോലെ അങ്ങനെ പറയാനൊന്നും ആരും ഉണ്ടായിരുന്നില്ല. നമ്മൾ തന്നെ നമ്മുടെ ഇഷ്ടത്തിന് അങ്ങോട്ട് കിടക്കാൻ രസമായിരുന്നു കേട്ടോ. അപ്പോൾ അങ്ങനെ ഞങ്ങൾ ചായ തപ്പി നടക്കുവാണ് ഗൈസ്. അതിൻ്റെ ഇടയ്ക്ക് കുറച്ച് തമ്മിൽ പേസിക്കൊണ്ടിരിക്കുകയാണ് ഞാനും ഒപ്പയും ചിക്കും കൂടെ. ചിക്കുന് കുറച്ച് നാളൊക്കെ വരുന്നുണ്ട്. എന്നാലും ഞാൻ വീഡിയോ എടുക്കുന്ന കണ്ടു കഴിഞ്ഞപ്പോൾ പിന്നെ അങ്ങനെ നടക്കുകയാണ്. നമ്മൾ ചായയൊക്കെ കുടിച്ച് അത് കഴിഞ്ഞ് റെഡിയായി ഇറങ്ങിയപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ വീട്ടുകാരില്ലാത്തതിൻ്റെ കുറവ് ഞങ്ങൾക്ക് അപ്പോഴാണ് മനസ്സിലായ ഗൈസ്. ഞങ്ങൾ ഹിഡുമ്പമല കയറാനായിട്ട് ഒരുപാട് ലേറ്റായിപ്പോയി. കാരണം അല്ലാന്നുണ്ടെങ്കിൽ ഞങ്ങളിങ്ങനെ തെണ്ടി നടക്കാൻ സമ്മതിക്കില്ല. വേഗം കുളിച്ച് റെഡിയാവും പോകാമെന്നും പറഞ്ഞ് ധൃതി പിടിത്താനായിട്ട് ആരും ഇല്ലാത്തതുകൊണ്ട് നമ്മൾ കയറാൻ വൈകി. നല്ല വെയിലായിരുന്നു, നല്ല വിശപ്പുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ മുകളിലെത്തിയപ്പോൾ ആകെ അവശതയായി ഗൈസ്. അപ്പോൾ അവിടെ ഒരു പൂജ നടക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് അതിൻ്റെ പ്രസാദം കിട്ടിയപ്പോൾ സന്തോഷമായി. അത്യാവശ്യം വിശപ്പും മാറി ആ ഒരു ഇത്. പിന്നെ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത് പിന്നെ അവിടെ നമ്മൾ കല്ല് കൂട്ടി വെക്കുന്നൊരു പരിപാടി ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ വീട് പണിയാൻ വേണ്ടിയിട്ടെന്നാണ് വിശ്വാസം. അതെല്ലാം കഴിഞ്ഞ് കുറച്ച് നേരം പർച്ചേസിങ് കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ചു പോവുകയാണ്. അപ്പോൾ പോണ വഴിക്ക് ഏതെങ്കിലും നല്ല സ്പോട്ട് കണ്ടാൽ നിർത്താമെന്നുണ്ടായിരുന്നു. അപ്പോഴാണ് നമ്മൾ ഈ ഒരു പാടം കണ്ടത് കേട്ടോ. അപ്പോൾ ഇറങ്ങിക്കഴിഞ്ഞപ്പോൾ നല്ല കാറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു, നല്ല രസമുണ്ടായിരുന്നു. അപ്പോൾ കുറച്ച് നേരം നമുക്കവിടെ ഇറങ്ങി നിൽക്കുന്ന ഒരു ഫ്രഷ് എയറൊക്കെ കൊണ്ടിട്ട് പോകാമെന്നും പറഞ്ഞിട്ട് അങ്ങനെ ഇറങ്ങിയതാണ്. ഇറങ്ങിക്കഴിഞ്ഞപ്പോൾ പിന്നെ ആർക്കും പിന്നെ കയറാൻ കൂടില്ല. കാരണം നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. ഒരു ഈവനിങ് ടൈമാണ്, അതുകൊണ്ട് തന്നെ കാണാനും നല്ല രസമുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ പിന്നെ കുറച്ച് നേരം അങ്ങോട്ട് കിടന്ന് കുറച്ച് വീഡിയോ പിടുത്തം ഫോട്ടോ പിടുത്തൊക്കെ ആയിട്ട് അങ്ങനെയൊക്കെ നടന്നു. രസമായിരുന്നു ഗൈസ്. എല്ലാവരും കൂടി അല്ലെങ്കിൽ നമ്മൾ കൂടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിനകത്ത് എന്തെങ്കിലുമൊക്കെ ഒരു ഓളം ഉണ്ടാവുമല്ലോ. അപ്പം അങ്ങനെ എല്ലാവരും അഭിനയിച്ച് തകർക്കുവാണ് കേട്ടോ. കാരണം ഞാൻ അവിടെ നിന്ന് വീഡിയോ എടുക്കണ്ടല്ലോ, അതുകൊണ്ട്. പിന്നെ ഇപ്പോൾ ഓപ്പൺ ചീക്കും പറഞ്ഞ് ഞങ്ങൾ ഇവിടെ നിന്ന് നടന്നു വരാം, നീ വീഡിയോ എടുക്കുമെന്നും പറഞ്ഞിട്ട് വെറുതെ അവിടെയൊക്കെ ചൂണ്ടിക്കാണിച്ച് വെറുതെ കാണിക്കുകയാണ്. അവിടെ ഒന്നുമില്ല. അപ്പം അങ്ങനെ പിന്നെ എൻ്റെ കുറച്ച് വേഷം കെട്ടുകളാണ്. ഇത്ര നേരം മുടി കെട്ടിന് മുടി അഴിച്ചിട്ടിട്ട് കുറച്ചെടുക്കാമെന്ന് പറഞ്ഞിട്ട് ഞാൻ അവിടെ നിന്ന് കുറച്ച് വീഡിയോസൊക്കെ എടുത്ത് അതെല്ലാം കഴിഞ്ഞ് നമ്മൾ പോകുന്നപ്പോൾ ഒരു ചേച്ചിയുടെ നല്ല കരിമ്പിൻ ജ്യൂസിൻ്റെ ഒരു കട ഉണ്ട്. അങ്ങനെ അവിടെ നിർത്തി കുറച്ച് കരിക്ക് കുടിച്ച് കുറച്ച് പേര്. പിന്നെ ഞങ്ങൾ കരിമ്പിൻ ജ്യൂസും കുടിച്ചായിരുന്നു. അവിടത്തൊക്കെ കഴിഞ്ഞ് അപ്പോൾ ഇതിന് നമുക്കൊരു എന്താ പറയുക, ഇതൊക്കെ നാച്ചുറലായിട്ട് കിട്ടുന്ന സംഭവങ്ങൾ നമ്മൾ കുടിക്കുമ്പോൾ നമുക്കൊരു ആശ്വാസം കിട്ടില്ലേ. അത് കഴിഞ്ഞിട്ട് പിന്നെ പോയപ്പോൾ ഒരു തൂക്കുപാലം കണ്ടത്. അവിടെ നിർത്തി കണ്ണി കണ്ട സ്ഥലത്തൊക്കെ നിർത്തി അവിടെയൊക്കെ നിരങ്ങിയിട്ടാണ് കഴിച്ച് ഞങ്ങൾ വീട്ടിലോട്ട് പോകുന്നത് കേട്ടോ. ഇതാണെങ്കിലും ഞാൻ തൂക്കുപാലത്തിൽ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ കയറിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഇതിൻ്റെ ആ ഒരു ഇളക്കം ഉണ്ടല്ലോ, അപ്പോൾ ചെറിയൊരു പേടിക്കുണ്ടായിരുന്നു. എന്നാലും കുഴപ്പമൊന്നുമില്ലായിരുന്നു, അടിപൊളിയായിരുന്നു കേട്ടോ.
അപ്പോൾ പിന്നെ അതിൽ കൂടി അങ്ങോട്ടും ഇങ്ങോട്ടും കുറേ നേരം നടന്ന് കണ്ണൻചേട്ടൻ വന്നില്ല കേട്ടോ. കണ്ണൻചേട്ടൻ കാറിൽ തന്നെ ഇരുന്ന്, പുള്ളി അത്യാവശ്യം ടയേർഡായിരുന്നു. പിന്നെ നമ്മുടെ ഈ കുതിര കടക്കുമ്പോഴുള്ള ഗൈസ് ഈ ഒരു വ്യൂ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. കാരണം അതിൻ്റെ ഉള്ളിൽ നിന്ന് ഈ പുറത്തോട്ട് ഇറങ്ങുമ്പോഴാണ് നമുക്ക് പുറമേ ഉള്ള ആ ഒരു സംഭവം ഇങ്ങനെ തെളിഞ്ഞ് വരുമ്പോൾ അതൊരു നല്ല രസമായിട്ട് എനിക്ക് തോന്നാറുണ്ട്. അപ്പോൾ ഞാൻ ചുമ്മാ വീഡിയോ എടുത്തതാണ്. പിന്നെ ഞങ്ങളുടെ കുറച്ച് വേഷം കെട്ടുകളാണ് ഗൈസ്, പാട്ടൊക്കെ പാടി അങ്ങനെ എൻജോയ് ചെയ്ത് പിന്നെ കുറേ ഗെയിമൊക്കെ കളിച്ചിട്ടാണ് ഞങ്ങൾ വീട്ടിലോട്ട് പോയത്. അതുകൊണ്ട് തന്നെ നമുക്ക് അങ്ങനെ മടുപ്പൊന്നും തോന്നിയില്ല, പെട്ടെന്ന് തന്നെ എത്തി. Chico, come on, come on. സോന 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 പക്ഷിനി പാട്ടിൽ പറഞ്ഞതെന്തേ കൈമാറും സ്നേഹപ്പൂക്കാലം നിന്നിൽ വിരഞ്ഞിടും നേരത്ത് ഒന്ന് പാടൂ നാട്ടുവൈരേ. ദേവകന്യനീ പാട്ടിൽ പറഞ്ഞതെന്തേ ഒന്ന് പാടും